അറിയുമോ? സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മുത്തു നബി തങ്ങൾ പറഞ്ഞതായി പഠിപ്പിച്ചില്ലേ, ദിക്രി ഇബാദ, എന്റെ ദിക്ർ പറയൽ അഥവാ എന്റെ മഹത്വം പറയൽ ഇബാദത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സ്വാലിഹീങ്ങളുടെ സ്മരണ പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നതാണ്. സ്വാലിഹീങ്ങളുടെ ഏറ്റവും വലിയ നേതാവാരാണ്? ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മഹത്വം പറയുമ്പോ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും കേട്ടോ. ഇനി ഒന്നുകൂടി മനസ്സിലാക്കി വെച്ചോ, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അംഗീകൃത ഗ്രന്ഥം ഏതാണ്? ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരിയാണ്. ആ സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനം ഏതാണ്? ഫത്ഹുൽ ബാരിയാണ്. അത് അംഗീകരിക്കാത്ത ലോകത്തെ ഹദീസ് പണ്ഡിതന്മാരാരാണ്? ആ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മൗലിദ് കിതാബ് എഴുതിയ മഹാനല്ലേ. അതുപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദുകൾ എത്ര വലിയ വലിയ ഇമാമുകൾ എഴുതിപ്പോയി. അൽ ബുൽബുൽ സ്വാദി ഫീ മൗലിദിൽ ഹാദി എന്ന പേരിൽ വലിയ ഇമാമുകൾ എഴുതിയ മൗലിദിന്റെ സമാഹാരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. യുഎഇയിൽ നിന്ന് ദാറുൽ ഫഖീഹ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളിൽ നിന്ന് ഇപ്പോഴും പ്രിന്റ് ചെയ്തിറങ്ങുന്നുണ്ട്. അതെല്ലാം കാണാതിരുന്നിട്ട് മൗലിദ് വേണ്ടാന്ന് പറഞ്ഞാൽ, അതിന്റെ മഹത്വം തള്ളിയാൽ വല്ലാത്ത കഷ്ടം തന്നെ. ആയിരക്കണക്കിന് ഇമാമിയങ്ങൾ അവരുടെ സീറയുടെ ഗ്രന്ഥങ്ങളിൽ, അവരുടെ മഹനീയമായ മൗലിദിന്റെ ഗ്രന്ഥങ്ങളിൽ ഇത് എഴുതി വെച്ചപ്പോൾ ആ മഹാന്മാർക്കൊന്നും ഇത് മനസ്സിലായിട്ടില്ലേ? ഇതാ എന്റെ കയ്യിലുള്ളത് അറിയുമോ? അൽ ഇമാം ഹാഫിദ് അബുൽ ഫളിൽ അബ്ദുറഹീം ബിൻ ഹുസൈൻ അൽ ഇറാഖി എന്നവർ എഴുതിയ മൗലിദ് കിതാബാണ് അൽ മൗലിദുൽ ഹനി ഫിൽ മൗലിദ് സനി എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എഴുതിയ മൗലിദാണ്. ഈ മൗലിദിന്റെ ആ മുഖത്തിൽ പറയുകയാണ്, മൗലിദ് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന്മാരാരാണ്? കേട്ടോളൂ, എല്ലാം വായിക്കാനുള്ള നേരമില്ല. ആ മൗലിദ് ഗ്രന്ഥങ്ങളുടെ കാലയളവ് വെച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് വായിക്കാം, മൗലിദിന്റെ കിതാബ് എഴുതിയത് ഏതെങ്കിലും നാട്ടിൽ കേവലമായ സാധാരണക്കാരല്ല, വിവരമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അബൂ അബ്ദുല്ലാ മുഹമ്മദ് ബിൻ ആയിദ് അൽ ഖുറശി റളിയല്ലാഹു അൻഹു മൗലിദ് എഴുതിയ മഹാനാണ്. ഏത് കാലമാണ്? ഹിജ്റ 233 വഫാത്തായ മഹാനാണ്. അഥവാ ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനാണ് അബൂ അബ്ദുല്ലാ മുഹമ്മദ് ബിൻ ആയിദ് അൽ ഖുറശി റളിയല്ലാഹു അൻഹു. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനാണ്. മഹാനവർകൾ മൗലിദ് കിതാബ് എഴുതിയ മഹാനാണ്. മുളഫർ രാജാവ് മാത്രമാണ് മൗലിദ് എഴുതി പ്രചരിപ്പിച്ചത് എന്നിവിടെ ചുഴലി മൗലവി പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. രണ്ടാമത് കേട്ടോ, ബഹുമാനപ്പെട്ട അബൂബക്കർ അഹ്മദ് ബിൻ ഉമർ നബീൽ ബിൻ അബി ആസിം ശൈബാനി റളിയല്ലാഹു അൻഹു ഹിജ്റ 287 വഫാത്തായ മഹാനാണ്. 3-ാം നൂറ്റാണ്ടാണ്. അബൂ സക്കരിയ യഹ്യ ബിൻ മാലിക് ബിൻ ആയിദ് അൽ ആയിദി തർതൂഷി റളിയല്ലാഹു അൻഹു 4-ാം നൂറ്റാണ്ടിൽ വഫാത്തായ മഹാനാണ്. 376. അബ്ദുൽ കരീം ബിൻ ഹവാസിൻ അൽ ഖുശൈരി റളിയല്ലാഹു അൻഹു ഹിജ്റ 465 അഥവാ 5-ാം നൂറ്റാണ്ടിൽ വഫാത്തായ മഹാനാണ്. അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മഅബദ് ബിൻ ഈസ തനീദി അൽ അഖ്ലീദി റളിയല്ലാഹു അൻഹു 6-ാം നൂറ്റാണ്ടിൽ വഫാത്തായ മഹാനാണ്. ഹിജ്റ 551. അദ്ദുറുൽ മുനല്ലം ഫീ മൗലിദിൻ നബിയിൽ അഅലം എന്നാണ് മഹാൻ അവരുടെ മൗലിദ് കിതാബിന്റെ പേര്. അബുൽ ഖത്താബ് ഉമർ ബിൻ ഹസൻ ബിൻ അലി ബിൻ മുഹമ്മദ് ബിൻ ദിഹയ്യത്തുൽ കൽബി അൽ ബസ്തി
എന്നവരാണ്. ഹിജറ 633 വഫാത്താണ്. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ്. അത്തൻവീർ ഫീ മൗലിദി സിറാജുൽ മുനീർ എന്നാണ് കിതാബിന്റെ പേര്. അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹുസൈൻ ബിൻ അലി ബിൻ മുഹമ്മദ് ബിൻ ഉസ്ഫി അൽ-ലഖ്മി റളിയല്ലാഹു അൻഹു 633 തന്നെ വഫാത്തായ മഹാനാണ്. അബൂ അബ്ദുല്ലാ മുഹീദ്ദീൻ ഇബ്നു അറബി അൽ-ഹത്തമി അൽ-ഉന്ദുലുസി 638 7-ാം നൂറ്റാണ്ടിൽ വഫാത്തായ മഹാനാണ്. അബൂ അലി ഹസൻ ഇബ്നു അലി ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദുൽ മലിക് അൽ-ഖത്താമി അർ-റഹൂനി അൽ-മഅറൂഫ് ഇബ്നു അൽ-ഖത്താൻ മറാകിഷുകാരനായ 661 വഫാത്തായ മഹാനാണ്. അതുപോലെ സൈഫുദ്ദീൻ അബൂ ജഅഫർ ഉമർ ഇബ്നു അയ്യൂബ് ഇബ്നു ഉമർ ഇബ്നു റസലാൻ അൽ-മഅറൂഫ് ഇബ്നു തഗ്റൂബക് അദ്-ദിമശ്കി അൽ-ഹനഫി 670 വഫാത്തായ മഹാനാണ്. ഇങ്ങനെ എണ്ണിയാൽ 3-ാം നൂറ്റാണ്ട് മുതലുള്ള മൗലിദ് കിതാബുകളുടെ ലിസ്റ്റാണ് ഞാൻ വായിക്കുന്നത്. ഇതെല്ലാം എഴുതിയ ഒരു ഇമാമിനും മനസ്സിലായില്ലയോ ഹബീബായ നബി തങ്ങളുടെ മഹനീയമായ ജന്മസമയത്തുള്ള അത്ഭുതങ്ങൾ പറയുന്നതിൽ പുണ്യമില്ല എന്ന് അവർക്കാർക്കും മനസ്സിലായില്ലയോ മൗലവി? കേട്ടോ, ലോകത്ത് അറിവിന്റെ സാമ്രാജ്യങ്ങൾ തീർത്ത ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്. ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു എഴുതുന്നു, വജറാ മിനൽ ആയാതി ഫീ മൗലിദിർ റസൂൽ അലൈഹിസ്സലാം മാ ലാ യുൻകിറുഹു മുൻതിമുൻ ഇലൽ ഇസ്ലാം വകാന ദാലിക ഖബ്ല അൻ-നുബുവ്വ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസമയത്തുണ്ടായ അത്ഭുതം മാലാ യുൻകിറുഹു മുൻതമിൻ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ചേർക്കപ്പെടുന്ന ഒരാൾക്കും നിഷേധിക്കാനാവാത്ത മഹാത്ഭുതങ്ങളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മസമയത്തുണ്ടായത് എന്ന് വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ കിതാബുൽ ഇർഷാദ് ഇലാ ഖവാതിഇൽ അദില്ലത്തി ഫീ ഉസൂലിൽ ഇഅ്തിഖാദ് എന്ന ഗ്രന്ഥത്തിൽ ഇമാമുൽ ഹറമൈനി അൽ ജുവൈനി റഹിമഹുല്ലാഹ് എഴുതിയില്ലേ?